പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് രോഗപ്രതിരോധ നടപടികൾ ആരംഭിച്ചു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി രോഗം സ്ഥിരീകരിച്ച നിരണം ഡക്ക് ഫാമിലെ എല്ലാ താറാവുകളെയും കൊന്നൊടുക്കുന്ന ജോലി നാളെ പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇന്നലെ കൂടിയ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്കറിയാം പക്ഷിപ്പനി ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിവിടെയുള്ള ഫാമിലുള്ള എല്ലാ ഡക്കുകളെയും അത് കള്ളിങ്ങിന് വിധേയമാക്കുക എന്നുള്ള രീതിയിലുള്ള പ്രൊസീജിയർ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 5 RRT ടീമിനെയാണ് ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കള്ളിങ് പ്രോസസ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒരു സെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ ഈ ഫാമിലുള്ള എല്ലാ അതിനെയും കള്ളിങ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അതോട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ പുറത്തേക്കുള്ളതിൻ്റെ ലിസ്റ്റ് ഇന്ന് എടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്നൊരു മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സുജു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. സുജു, ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഈ ഡക്ക് ഫാമിനപ്പുറത്തേക്ക് മറ്റിടങ്ങളിൽ ഈ പക്ഷിപ്പനി പിടിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരിശോധനകളും നടത്തുന്നുണ്ടോ? അത്തരം പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഡക്ക് ഫാമിന് പുറത്ത് ഇതുവരെയും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ തന്നെ ഇക്കാര്യം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഡക്ക് ഫാമിലെ താറാവുകളെ കൊന്നൊടുക്കുന്ന പ്രക്രിയയാണ് ആദ്യം ആരംഭിച്ചിരിക്കുന്നത്. നാളെ കൊണ്ട് അത് പൂർത്തിയാക്കും. അതിനുശേഷം ഈ സർവൈലൻസ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ള, അതായത് ഈ ഡക്ക് ഫാമിന് ചുറ്റും 1 കിലോമീറ്റർ ചുറ്റളവാണ് സർവൈലൻസ് സോണായിട്ട് അല്ലെങ്കിൽ അഫക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള. ഇവിടങ്ങളിലെ വളർത്തുപക്ഷികളെ കൊന്നൊടുക്കും. ഇവർക്ക് കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരവും നൽകും. അത് 3 ദിവസത്തിനുള്ളിലാണ് ആ നടപടി പൂർത്തിയാക്കുന്നത്. 10 കിലോമീറ്റർ ചുറ്റളവ് പ്രദേശത്തെ നിരീക്ഷണ സ്ഥലവുമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ താറാവുകളെ അല്ലെങ്കിൽ പക്ഷികളെ കൊണ്ടുവരുന്നതിനും പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും നിയന്ത്രണമുണ്ട്. ആ നടപടികൾ 3 ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാനാണ് ആ തീരുമാനം. അതിനുള്ള അനുസരിച്ചുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ താറാവുകളെ ദയാവധത്തിന് വിധേയപ്പെടുത്താൻ വേണ്ടി കൊന്നൊടുക്കാനായി 5 RRT സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മനു. ശരി, സുജു വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് നൽകിയത്.